റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. അസിസ്റ്റഡ് ഡേയിങ് ബില്ലിനെ ആദ്യഘട്ടത്തിൽ അനുകൂലിച്ച് 30ഓളം എംപിമാർ അടുത്ത വോട്ടിംഗിൽ മനസ്സ് മാറ്റുമെന്ന് സൂചന. മരണം കാത്തുകഴിയുന്നവർക്ക് ദയാവധം അനുവദിക്കുവാനുള്ള അസിസ്റ്റഡ് ഡേയിങ് ബില്ലിന് അടുത്ത വോട്ടിംഗിൽ പിന്തുണ പിൻവലിക്കുവാൻ 30ഓളം എംപിമാർ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ ബില്ലിനെ അനുകൂലിച്ചവരാണ് ആശങ്കകൾ വ്യക്തമായതോടെ മനസ്സ് മാറ്റുന്നത്. കൂടാതെ മറ്റു പല എംപിമാരും ബില്ലിൽ ഭേദഗതികളും ഡോക്ടർമാരുടെ പങ്കിനെക്കുറിച്ചും നിർദ്ദേശിക്കുവാൻ ഒരുങ്ങുകയാണ്. ലേബർ എം പി കിം ലിഡ് ബിറ്റർ അവതരിപ്പിച്ച അസിസ്റ്റന്റ് ഡേയിങ് ബിൽ സംബന്ധിച്ച കമ്മിറ്റി പുതുവർഷത്തിൽ ഹിയറിംഗ് ആരംഭിക്കും. എംപിമാർ നിയമത്തിൽ നിരവധി മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഗുരുതര രോഗം ബാധിച്ച രോഗികളുടെ മെഡിക്കൽ പ്രൊഫഷണലുകൾ ദയാവധം ഓപ്ഷനായി തിരഞ്ഞെടുക്കുവാൻ നിർദ്ദേശിക്കുന്നത് വിലക്കുന്നതാണ് ഇതിലെ പ്രധാന ആവശ്യം. ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത മുൻ ക്യാബിനറ്റ് മന്ത്രി ഡേവിഡ് ഡേവിസ്, ലേബർ എംപിമാരായ ക്രിസ് വെബ്, മൈക്ക് ടാപ്പ് എന്നിവരെല്ലാം കമ്മിറ്റിയോട് ഈ മാറ്റം പരിഗണിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എംപിമാരുടെ ഈ നിർദ്ദേശം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുമായി ഒരു പോരാട്ടത്തിനാണ് വഴിവെക്കുക. രോഗികൾക്ക് മുന്നിലുള്ള ചികിത്സാ ഓപ്ഷനുകൾ മറച്ചുവെക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് BMAയുടെ പക്ഷം. സ്റ്റാർമർ ഗവൺമെന്റിന്റെ പരിസ്ഥിതി സൗഹാർദ്ദ നടപടികളുടെ ഭാഗമായി വാടക വീടുകളുടെ ഉടമകൾ കൂടുതൽ വിയർക്കുമെന്ന് മുന്നറിയിപ്പ്. വാടക പ്രോപ്പർട്ടികളുടെ ഉടമകൾക്ക് മേൽ പ്രകൃതി സൗഹാർദ്ദ ലക്ഷ്യങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കുവാൻ ലേബർ ഒരുങ്ങുന്നതായാണ് ഈ മുന്നറിയിപ്പിനിടയാക്കുന്നത്. എനർജി സെക്രട്ടറി എഡ് മിലിബന്റ് പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രകാരം ഇംഗ്ലണ്ടിലെ എല്ലാ വാടക വീടുകൾക്കും 2030 ആകുന്നതോടെ C അല്ലെങ്കിൽ അതിനു മുകളിൽ റേറ്റിംഗ് ഉള്ള എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏകദേശം 2.9 ബില്യൺ കെട്ടിടങ്ങളാണ് C റേറ്റിംഗ് ലഭിക്കുന്നതിനായി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരിക. നിലവിൽ ഈ റേറ്റിംഗ് ആണ് വാടക വീടുകൾക്ക് ആവശ്യം. എന്നാൽ ഇതിനായി ഓരോ പ്രോപ്പർട്ടിക്കും 874 പൗണ്ട് വീതം കണക്കാക്കുമ്പോൾ ഏകദേശം 23.4 ബില്യൺ പൗണ്ട് ചെലവഴിക്കേണ്ടി വരുമെന്നാണ് റൈറ്റ് മൂവ് കണക്ക്. എന്നാൽ പല പഴയ പ്രോപ്പർട്ടികൾക്കും പുതിയ മിനിമം സ്റ്റാൻഡേർഡ് എത്തിപ്പിടിക്കുന്നത് അസാധ്യമാകും. ഇംഗ്ലണ്ടിൽ മാലിന്യ സംസ്കരണം പുതിയ തലത്തിലേക്ക്. ഇനി മുതൽ ഓരോ വീട്ടിലും 4 ബിന്നുകൾ വീതം ഉണ്ടാകും. 2025 മാർച്ചിൽ പുതിയ രീതി നിലവിൽ വരും. വിവിധതരം മാലിന്യങ്ങൾക്കായി 7 ബിന്നുകൾ വരെയാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഇത് 4 കുറയ്ക്കുവാനുള്ള ഒരു നവീകരിച്ച പദ്ധതിയാണ് തയ്യാറാക്കിയത്. വിവിധ വിഭാഗത്തിൽപ്പെട്ട മാലിന്യങ്ങൾക്കായാണ് 4 ബിന്നുകൾ. ഇംഗ്ലണ്ടിലുടനീളം ഒരു ഏകീകൃത റീസൈക്ലിംഗ് നയം സൃഷ്ടിക്കുകയാണ് പുതിയ മാറ്റത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. പുനരുപയോഗം ചെയ്യാവുന്ന മാലിന്യങ്ങളുടെ കാര്യക്ഷമമായ സംസ്കരണം വ്യത്യസ്ത വിഭാഗങ്ങൾക്കായി 4 ബിന്നുകൾ അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് മലിനീകരണത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കും. ഇതിനോടനുബന്ധിച്ച് പ്ലാസ്റ്റിക്, ലോഹങ്ങൾ, ഗ്ലാസ് തുടങ്ങിയ മറ്റെല്ലാ ഡ്രൈ റീസൈക്ലിംഗ് ചെയ്യാവുന്നവയും ഒരുമിച്ച് ശേഖരിക്കാം. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതീഷ് റാണെ. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് കേരളത്തിലെ ഭീകരർ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പൂനെയിലെ സ്വാസോദിലെ ഒരു റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം നടത്തിയത്. ഛത്രപതി ശിവജി അഫ്സൽ ഖാനെ പരാജയപ്പെടുത്തുന്നതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചടങ്ങിലായിരുന്നു പരാമർശം. പ്രസംഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഹൈന്ദവ പ്രവർത്തകരെ അദ്ദേഹം പ്രശംസിച്ചു. കേരളത്തിലെ നമ്മുടെ സുഹൃത്തുക്കൾ അഭിനന്ദനം അർഹിക്കുന്നു. 12,000 ഹിന്ദു പെൺകുട്ടികളെയാണ് അവർ രക്ഷിച്ചത്. ഒരു സഹോദരിയെ രക്ഷിക്കണമെങ്കിൽ പോലും എത്രത്തോളം ശ്രമകരമാണെന്ന് ഞങ്ങളെപ്പോലുള്ള ഹൈന്ദവ പ്രവർത്തകരോട് ചോദിക്കണം. എന്നിട്ടും കേരളത്തിൽ നിന്നും ഒരു സംഘം ഇത് നേടി. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തന്റെ കൈപ്പടയിൽ തുറന്ന കത്തെഴുതി തമിഴകം വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ കൂടിയായ നടൻ വിജയ് ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്നും സഹോദരനായ ഒപ്പമുണ്ടാകുമെന്നും വിജയ് കത്തിൽ പറയുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലാണ് പ്രിയ സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കത്ത് എഴുതിയിരിക്കുന്നത്. ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കത്ത് പുറത്തുവിട്ടു. തമിഴ്നാടിന്റെ സഹോദരിമാർക്ക് എന്നാരംഭിക്കുന്ന കത്തിൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്കൊപ്പം അവരുടെ സഹോദരനെ പോലെ കൂടി ഉണ്ടാകുമെന്നും സുരക്ഷിത തമിഴ്നാട് സൃഷ്ടിക്കുവാൻ ഒപ്പമുണ്ടാകുമെന്നും വിജയ് കുറിച്ചു. ദയവ് ചെയ്ത് ഒന്നിനെക്കുറിച്ച് വിഷമിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രാർത്ഥനകളും ഇടപെടലുകളും വിപുലമായിരിക്കുകയാണ്. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുവാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി അനുമതി നൽകി. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷകൾക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്ന വിവരം ലഭിക്കുന്നത്. അതേസമയം വധശിക്ഷ നടപ്പാക്കുന്നതിനെപ്പറ്റി യാതൊന്നും അറിയില്ലെന്നും നിമിഷപ്രിയയുടെ മോചനശ്രമത്തിന് പിന്നിലുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിലാണ് വാർത്ത കണ്ടത്. ഔദ്യോഗികമായി കാര്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ ആരും അറിഞ്ഞിട്ടില്ല. യമനിലുള്ള ആളുകൾ കൂടിയുള്ള ഗ്രൂപ്പാണിത്. നിമിഷപ്രിയയുടെ മോചനത്തിന് മുന്നോടിയായുള്ള ചർച്ചകളുടെ 1ാം ഘട്ടത്തിനുള്ള തുക കൊടുത്തിരുന്നു. അടുത്ത ഘട്ട ചർച്ചയ്ക്ക് പണം ചോദിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുവെന്ന വിവരമാണ് കിട്ടിയിരുന്നത്. നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമനിലുണ്ട്. അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിന്റെ 4ാം ഇന്നിംഗ്സിൽ ആരാധകരെ നിരാശയിലാഴ്ത്തി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യ 340 റൺസ് വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ 9 റൺസ് മാത്രമെടുത്താണ് രോഹിത് മടങ്ങിയത്. വിക്കറ്റ് കളയാതെ ആദ്യം 15 ഓവർ വരെ പിടിച്ചു നിന്നെങ്കിലും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിന് മുന്നിൽ രോഹിത് ശർമ്മയ്ക്ക് അടിപതറുകയായിരുന്നു. ഡ്രിങ്ക്സ് ബ്രേക്കിന് തൊട്ടു പിന്നാലെ ബാറ്റിംഗിന് ഇറങ്ങിയ രോഹിത് ഡെക്ക് ലെഗിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു പുറത്തായത്. എഡ്ജായ പന്ത് സെക്കൻഡ് സ്ലിപ്പിൽ നിൽക്കുകയായിരുന്ന മിച്ചൽ മാഷിന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. രോഹിത് മടക്കിയതിന് പിന്നാലെ ടീം ഇന്ത്യയുടെ തകർച്ചയും തുടങ്ങി. ഇതേ ഓവറിൽ രണ്ടൊന്നും എടുക്കാതെ KL രാഹുലും പുറത്തായി. 5 റൺസ് മാത്രമെടുത്ത വിരാട് കോഹ്ലി മിച്ചൽ സ്റ്റാക്കിന്റെ പന്തിലും ഔട്ടായി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.59 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.